بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന നേതാക്കന്മാരായ അധ്യക്ഷൻ PN അബ്ദുൽ ലത്തീഫ് മദനി അവറുകൾ, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, അബൂബക്കർ സലഫി, ഫൈസൽ മൗലവി അടക്കമുള്ള സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹോദര സഹോദരിമാരെ, വെങ്ങരയുടെ ഹൃദയഭാഗത്ത് സബാഹ് എന്ന വ്യക്തിയുടെ ഈ സ്ഥലമായ, ഈ സ്റ്റേഡിയമായ, ഈ മനോഹരമായ സബാഹ് നഗറിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ള മാന്യരായ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ജീവിതം സർവശക്തനായ അള്ളാഹു നൽകിയതാണ്. ഈ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് ആലോചിക്കുന്ന സ്ഥലത്താണ് ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെ അറിയാനും അന്വേഷിക്കുവാനും സാധിക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല യഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം, ഈ നശ്വരമായ ജീവിതം, ഈ നൈമിഷികമായ ജീവിതം, ലഇബും വലഹ്വും വസീന, ഇത് കളിയുടെ ലോകമാണ്, ഇത് വിനോദത്തിൻ്റെ ലോകമാണ്, ഇത് അലങ്കാരത്തിൻ്റെ ലോകമാണ്. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ പരസ്പരം ദുരഭിമാനം നടിക്കുന്നൊരു ലോകമാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിനെ തൊട്ടും സന്താനങ്ങളെ തൊട്ടും പെരുപ്പം പറയുന്ന ഒരു ഐഹികമായ ഒരു അവസ്ഥയുള്ള ലോകമാണ് ഇത് എന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുന്നു. മനുഷ്യലോകത്തോട് കളിയിലൂടെ, വിനോദത്തിലൂടെ, അലങ്കാരത്തിലൂടെ, ദുരഭിമാനത്തിലൂടെ, പരസ്പരമുള്ള പെരുപ്പവും പെരുമയും പറയുന്നതിലൂടെ കഴിഞ്ഞു പോകേണ്ടതായ ലോകമല്ല ഈ ലോകം. പക്ഷെ അങ്ങനെയാണ് മനുഷ്യകുലം മുന്നോട്ട് പോകുന്നത് എന്ന് അല്ലാഹു തആല പറയുന്നു. റബ്ബിൻ്റെ അനുഗ്രഹമായി ഭൂമിയിൽ മുളച്ചു പൊന്തുന്ന, കൈക്കണികൾ സമ്മാനിക്കുന്ന, ഉൽപാദനങ്ങൾ സമ്മാനിക്കുന്ന ചെടികളെയും കൃഷികളെയും കണ്ടുകൊണ്ട് കർഷകർ ആശ്ചര്യഭരിതരാവാറുണ്ട്. പക്ഷെ അതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെട്ട് അത് മഞ്ഞ നിറം പൂണ്ട് പതുക്കെ നുരുമ്പി വൈക്കോൽ തുരുമ്പുകളായി പോകുന്നൊരവസ്ഥയെ മനുഷ്യലോകത്തിൻ്റെ ചിന്തയിലേക്ക് ലോകത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നൽകുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം എന്ന് വച്ചാൽ ഇല്ല മതാഉൽ ഗുറൂർ, ഒരു വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. മനുഷ്യലോകമേ, ഈ ഐഹിക ലോകം, ഈ നൈമിഷിക ലോകം, ഈ നശ്വര ലോകം നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന ഒരു വിഭവമാണ്, ചരക്കാണ് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം എന്നതാണ് അല്ലാഹു തആല ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ മാനവ കുലത്തെ ഓർമ്മപ്പെടുത്തുന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെ ഞാനും നിങ്ങളും അറിയണം. അറിയാതെ പോയാൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നുപോകും. ഇവിടെ കുറേ മനുഷ്യർ, ഇന്ന് ലോകത്ത് 800 കോടിയിലധികം മനുഷ്യരാണ് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 800 കോടിയിലധികം മനുഷ്യർ ജീവിക്കുന്ന ലോകമെന്ന് പറയുന്ന നമ്മുടെ ഈ ഭൂമിയിൽ ഒരു സെക്കൻഡിൽ 3 മനുഷ്യരാണത്രേ മരിച്ചു വീഴുന്നത്. നോർമലായ മരണം. വലിയ അപകടങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകും. അതിൻ്റെ കണക്കുകൾ, അതിൻ്റെ ഗ്രാഫുകൾ മാറുകയാണ്. സാധാരണഗതിയിൽ നോർമൽ അവസ്ഥയിൽ ഒരു സെക്കൻഡിൽ 3 പേർ ലോകത്തുനിന്ന് മരിച്ചു വീഴുന്നു എന്ന കണക്കുകളാണ് നമ്മെ അറിയിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും മനുഷ്യൻ മരിച്ചു വീണു എന്നറിയുമ്പോൾ അവൻ്റെ കണ്ണും മൂക്കും കർണപുടങ്ങളും അവൻ്റെ കൈകാലുകളും അവയവങ്ങളും ആന്തരിക അവയവങ്ങളുമെല്ലാം അവിടെ തന്നെയുണ്ട്. പിന്നെ എന്താണ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്ന് യുക്തിവാദികളും യുക്തിഭദ്രതയുടെ ആളുകളും എന്ന് പറയുന്നവർ ആലോചിക്കുന്നതിന് വേണ്ടി, ചിന്തിക്കുന്നതിന് വേണ്ടി നമുക്ക് അവരോട് ചോദിക്കാം, എന്താണ് നഷ്ടപ്പെട്ടത്? ആരാണ് ആ ജീവൻ കൊണ്ടുപോയത്? അങ്ങനെ കൊണ്ടുപോയ ഒരു രക്ഷിതാവിന്, അവന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ തിരിച്ചെടുത്ത ഒരു ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന് അവനെ രണ്ടാമത് എഴുന്നേൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന മൗഢ്യമായ ധാരണ ഇന്ന് യുക്തിവാദികൾ എന്ന് പറയുന്ന, ഞങ്ങളൊക്കെയാണ് യുക്തിയുടെയും ബുദ്ധിയുടെയും ആളുകൾ എന്ന് അവകാശപ്പെടുന്നവർ ലോകത്തിന്റെ മുമ്പിൽ ചർച്ചയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലേ? പരിശുദ്ധ ഖുർആൻ ഈ കാര്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ താൻ അഭിമുഖീകരിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതൊരു പുതിയ വലിയ യുക്തിയുടെ ചോദ്യമായി അവതരിപ്പിക്കുന്നവർ 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യകുലത്തിന്റെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ പ്രപഞ്ചനാഥന്റെ വഹയ്യ് പ്രകാരം അവന്റെ സംസാരമായി ഇറങ്ങിയ ഖുർആനിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അന്നും ചോദിച്ചിട്ടുണ്ട് ആളുകൾ. ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, നുരുമ്പിപ്പോയ എല്ലുകളിൽ നിന്നാണോ, നുരുമ്പിപ്പോയ എല്ലുകളിൽ നിന്നാണോ പ്രിയപ്പെട്ടവരെ രണ്ടാമതും കൊണ്ടുവരിക, ജീവിപ്പിക്കുക എന്ന് ആശ്ചര്യഭരിതരായി അത്ഭുതത്തോടുകൂടി ചോദിച്ച ചോദ്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു തആല മറുപടി പറയാൻ പറയുന്നത്, അതേ പറഞ്ഞു കൊടുക്കുക. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ, ആരാണ് നുരുമ്പിപ്പോയ എല്ലുകളിൽ നിന്ന് മനുഷ്യൻ മരിച്ച് മണ്ണിലേക്ക് ചേർന്ന് അതേ ദ്രവിച്ച് ഇല്ലാതെയായി നുരുമ്പിപ്പോയ എല്ലുകളിൽ നിന്ന് രണ്ടാമത് ജീവൻ കൊടുക്കാൻ ആരാണ് ഉള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരമായി, ആരാണോടോ നിന്നെ ആദ്യ തവണ സൃഷ്ടിച്ചത് അവൻ തന്നെ എന്ന ഉത്തരം പറയാൻ ഒരു മാതൃകയില്ലാതെ മനുഷ്യകുലത്തെ സംവിധാനിച്ച ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന് രണ്ടാമത് അവനെ എഴുന്നേൽപ്പിക്കാൻ എന്ത് പ്രയാസമാണ് ഉണ്ടാവുക എന്ന് വളരെ ചിന്തനീയമായി അല്ലാഹു തആല ആ മനുഷ്യലോകത്തിന്റെ മുമ്പിലേക്ക് മറുപടി നൽകുകയാണ്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കും അല്ലാഹു പറഞ്ഞു, വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെ കുറിച്ചും വ്യക്തമായി അറിവുള്ളവനാണ്, അറിയുന്നവനാണ് എന്ന്. അതുകൊണ്ട് ആരാണ് ഞങ്ങളുടെ ശരീരത്തിലെ ഈ മണ്ണിലേക്ക് ചേർന്ന് എല്ലാം ദ്രവിച്ചു പോയി, എല്ലാം മണ്ണിലേക്ക് ലയിച്ചു ചേർന്ന് ഇത് എല്ലും അതേ തുരുമ്പുകളുമായി മാറിയതിനു ശേഷം രണ്ടാമത് എഴുന്നേൽപ്പിക്കുക ആരാണ് എന്ന് ചോദിക്കുന്നവരോട്, ആരാണ് ഈ യുക്തി പറയുന്ന നിനക്ക് ആദ്യ ജന്മം നൽകിയത്? അവൻ തന്നെ നിന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് പറയാനാണ് അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ മനുഷ്യലോകത്തോട് പറയുന്നത്. ഇതൊക്കെയാണ് വലിയ യുക്തി എന്ന് ആളുകൾ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്ന, തലച്ചോറ് എന്ന് പറയുന്ന ഐൻസ്റ്റീനെ പോലെയുള്ള വലിയ സയന്റിസ്റ്റുകളായി അറിയപ്പെട്ടവരെ കുറിച്ച് പിന്നീട് കടന്നു വന്ന ശാസ്ത്രീയ വിദഗ്ധന്മാർ പറഞ്ഞത്, ദൈവം കൊടുത്ത, അള്ളാഹു കൊടുത്ത ബുദ്ധിയുടെ 10% പോലും അവരാരും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ആധുനിക സയന്റിസ്റ്റുകൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ, 100 ബില്യൺ ന്യൂറോൺ സെല്ലുകൾ കൊണ്ട് സംവിധാനിക്കപ്പെട്ടതാണ് എന്നതാണ്. നിങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ മനുഷ്യന്റെ ബ്രെയിനിനെ കുറിച്ച്, തലച്ചോറിനെ കുറിച്ച്. 86 ബില്യൺ ന്യൂറോൺ സെല്ലുകളാണ് അതിന്റെ ആരംഭം പറയുന്നത്. എന്നിട്ട് ഏകദേശം 117 ഒരു 100 ബില്യൺ ന്യൂറോൺ സെല്ലുകൾക്കപ്പുറമാണ് മനുഷ്യന്റെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനുഷ്യൻ കണ്ടെത്തിയ ആധുനിക ലോകത്തിലെ ഏറ്റവും നൂതനമായ സംവിധാനമുള്ള, ഏറ്റവും നല്ല കപ്പാസിറ്റിയുള്ള കമ്പ്യൂട്ടറിന്റെ സംവിധാനത്തെ കുറിച്ച് പറയുന്നത് 1 ന്യൂറോൺ സെല്ലിന്റെ കപ്പാസിറ്റി പോലും ഇല്ല എന്നതാണ് ആധുനിക ലോകത്തിൽ എഴുത്തുകാർ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ബുദ്ധിയും ശക്തിയും നൽകിയ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ മനസ്സിലാക്കാൻ
ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇതാണ് വലിയ യുക്തി എന്ന്, ഇതാണ് വലിയ ബുദ്ധി എന്ന് അവകാശപ്പെട്ട് യുക്തിരാഹിത്യങ്ങളെയാണ് സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ ഈ മണ്ണിലേക്ക് ലയിച്ചു ചേർന്നതിന് ശേഷം വീണ്ടും നമ്മെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിനം വരാനില്ലേ? അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്, വഇദാ കുന്നാ അളാമൻ നഖിറ, അതേ എല്ലുകളിൽ നിന്ന്, ഈ ദ്രവിച്ചു പോയ എല്ലുകളിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന ആ അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പറഞ്ഞു പോകുന്ന ഒരു വർത്തമാനമുണ്ട് എന്ന് ഖുർആൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് മനുഷ്യൻ പറയുന്ന വാക്ക് ഖാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അങ്ങനെയാണെങ്കിൽ ഇത് ഒരു തീരാ നഷ്ടമായ മടക്കമാണ്. നാളെ ഖബറിൽ നിന്ന് അല്ല, നമ്മുടെ ബർസഖിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ഘട്ടത്തിൽ എല്ലാ യുക്തിവാദികളും എല്ലാ മനുഷ്യരും പറയുന്ന ഒരു വാചകമുണ്ട്, ഇതൊരു തീരാ നഷ്ടമാണ്. ഇവിടെ നിന്ന് നമ്മൾ ഒരു മടങ്ങുകയാണെങ്കിൽ ഈ മടക്കം നമുക്ക് ഒരു വലിയ കനത്ത നഷ്ടമാണ് സമ്മാനിക്കുന്നത് എന്ന് നാളെ പറയുന്നൊരു ഘട്ടമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നത്, മനുഷ്യരെ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും ബുദ്ധി നൽകിയത്, ആലോചന ശക്തി നൽകിയത്, മറ്റു മൃഗജന്തു ലോകങ്ങൾക്ക് കൊടുക്കാത്ത വിഭജന ശക്തി നൽകിയത്, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾക്കും പറവകൾക്കും കൊടുക്കാത്ത ആ നല്ല ചിന്തനീയമായ ബുദ്ധി നൽകിയത് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ കണ്ടെത്തുവാനാണ്, അള്ളാഹുവിനെ തിരിച്ചറിയാനാണ്. അത്ഭുതങ്ങളായ ശാസ്ത്രീയ കണ്ടെത്തലുകൾ കാണുമ്പോൾ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് അവന്റെ മനസ്സ് അറിയാതെ പറഞ്ഞു പോകുന്ന തരത്തിലേക്കാണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മനുഷ്യനെ പാകപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാറ്റിൽ നിന്നും കുതറി മാറി ഇതാണ് യുക്തിവാദമെന്ന്, ഇതാണ് വലിയ ബുദ്ധി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ കിണഞ്ഞു പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അവർ ഒരു മൗഢ്യമായ ലോകത്താണ് ജീവിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്ക് വേണ്ടത് ഇവിടെ തടിഞ്ഞാട്ടങ്ങളാണ്, അവർക്ക് വേണ്ടത് ആസ്വാദനങ്ങളാണ്. ഈ ഭൂമിയുടെ പളപളപ്പിലുള്ള താൽക്കാലികമായ നൈമിഷികമായ ആസ്വാദനങ്ങൾ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതുതലമുറകളോട് അവർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് മതം എന്നതാണ്. ഈ മതത്തിന്റെ കെട്ടിക്കൂട്ടലുകൾ എന്തിനാണ്, ഇതിന്റെ നിയമാവലികൾ എന്തിനാണ്, ഇതിന്റെ ഒരു ഫ്രെയിമിനുള്ളിൽ നിൽക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് വേണ്ടത് പണമാണ്, ആസ്വാദനങ്ങളാണ്. അവർ ഇറക്കുന്ന സിനിമകളിലൂടെ കുടുംബ ബന്ധങ്ങൾ തകർക്കാനാണ് എന്ന് അതിനെ സംവിധാനിച്ച സംവിധായകന്മാർ തന്നെ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. കല്യാണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ജീവിതത്തെ ഒരു പ്രത്യേകമായ ഒരു ഫ്രെയിമിനുള്ളിൽ കെട്ടി നിർത്തുന്നതാണ്, അന്യ സ്ത്രീകളെ സമീപിക്കുന്നതിന് തടസ്സമാകുമെന്ന് പച്ചക്ക് വിളിച്ചു പറയാൻ ഇത്തരത്തിലുള്ള ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവർ മടി കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ അവർക്ക് അംഗവൈകല്യമുണ്ടെങ്കിൽ, ഓട്ടിസ്റ്റിക് ആയ ഒരു കുട്ടിയാണ് നിങ്ങൾക്ക് ജനിച്ചതെങ്കിൽ, മെന്റലി റിട്ടാർഡഡ് ആയ ഒരു കുട്ടിയാണ് നിങ്ങൾക്ക് ജനിച്ചതെങ്കിൽ, MRയിൽപ്പെട്ട ഒരു കുട്ടിയാണ് നിങ്ങൾക്ക് പിറന്നതെങ്കിൽ പോരാ, അത് ഹാൻഡിക്യാപ്ഡ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് നിങ്ങൾക്ക് പിറന്നതെങ്കിൽ, നിങ്ങൾക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ പ്രയാസമുണ്ടെങ്കിൽ അവരെ കൊന്നുകളയുന്നത് യുക്തിക്കെതിരല്ല എന്ന് പ്രസംഗിക്കുന്നവരാണ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു എന്ന് അവകാശപ്പെടുന്നത്. അറിയോ, നിങ്ങൾക്ക് ജനിച്ച കുട്ടി വൈകല്യമുള്ള കുഞ്ഞാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ അതിന് മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമാണെങ്കിൽ കൊന്നുകളയാം, അത് യുക്തിക്കെതിരല്ല എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നവരാണ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നടക്കുന്നവരാണ് എന്നും സമൂഹത്തിന്റെ സൊസൈറ്റിയുടെ പ്രോഗ്രസീവായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നേറ്റം നടത്തുന്നവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന യുക്തിരാഹിത്യത്തെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ അവിടെയാണ് മതം ഇടപെടുന്നത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് കൊന്നുകളയരുത് എന്ന് ഇന്ന് പറഞ്ഞതല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനായ റബ്ബിന്റെ കലാമാകുന്ന അള്ളാഹുവിന്റെ സംസാരമാകുന്ന ഖുർആനിൽ പറഞ്ഞു, വലാ തഖ്തുലു വൗലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നു കളയരുത്. നഹ്നു നർസുഖുഹും വഇയ്യാകും, അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് നാമാണ്. അതുകൊണ്ട് നിങ്ങൾക്കാരാണോ ഉപജീവനം നൽകുന്നത്, ആരാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണ വിഭവങ്ങൾ നൽകുന്നത്, ഉപജീവനം നൽകുന്നത്, ജീവിത ഉപാധികൾ ഒരുക്കി തന്നത്, അത് ആ റബ്ബാകുന്ന ഞാൻ തന്നെയാണ്. നിങ്ങൾക്കും നിങ്ങൾക്ക് പിറക്കാനിരിക്കുന്ന മക്കൾക്കും അതേ ഉപജീവനം ഒരുക്കുന്നത് എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്.
എന്നിട്ട് പറയുന്നു, നിങ്ങൾ അതിന്റെ പേരിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞാൽ ഇന്ന ഖത്ലഹും കാന ഖുത്അൻ കബീറ, അത് വലിയ അപരാധമാണ്, വലിയ കൊലപാതകമാണ് നിങ്ങൾ ചെയ്യുന്നത്, വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന്. ഇന്ന് ഭ്രൂണഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന സമയം, സ്കാനിംഗ് നടത്തി കുട്ടികൾ പെൺകുട്ടിയാണ്, അതിന് സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ അതേ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറയ്ക്കുള്ളിൽ അള്ളിപ്പിടിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ കൈയും കാലും രൂപപ്പെട്ടു വരുന്ന അവയവങ്ങളെ മുഴുവനും മുറിച്ചും മാറ്റി അബോർഷൻ ചെയ്യാൻ തയ്യാറാകുന്ന പുതിയ ലോകത്തോട് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് കട്ടർബികളായ സമൂഹത്തിന്റെ മുമ്പിൽ ഓതിക്കൊടുക്കുകയാണ്. നിങ്ങളുടെ മക്കളെ ഒരിക്കലും നിങ്ങൾ ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് കൊന്നുകളയരുത്. അന്ന് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടി പെണ്ണാണോ എന്നറിയാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നുവെങ്കിൽ പിറന്നു വീണ പെൺകുട്ടികളെ കൊന്നു തീർക്കുന്ന ഘട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരോടാണ് പറഞ്ഞത്, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത് എന്ന്. ഇങ്ങനെ സർവ്വ തിന്മകൾക്കുമെതിരെ സംസാരിച്ച മതമാണ് അള്ളാഹുവിന്റെ മതമാകുന്ന ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതമാകുന്ന അൽ ഇസ്ലാം എന്ന് പറയുന്ന മതം മനുഷ്യന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. പോരെ പ്രിയപ്പെട്ടവരെ, ഇനി തുടർന്ന് സംസാരിക്കുന്ന ഓരോ ഘട്ടത്തിലും സർവശക്തനായ അല്ലാഹു തആല ഓരോ തിന്മകൾക്കെതിരെയും സംസാരിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിനെ ബോധതലത്തെ ഇല്ലാതെയാക്കി കളയുന്ന ലഹരിയുടെ കാര്യം എടുത്തു നോക്കൂ നിങ്ങൾ. അതിലൂടെ ഉണ്ടാകുന്ന വൃത്തികേടുകളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതിലൂടെ ഉണ്ടാകുന്നത് ഒന്നാണ് സിന. അത് ലഹരി അടിക്കാത്ത ഒരാളും വ്യഭിചാരത്തിലേക്ക് പോകാം. പക്ഷേ ലഹരി കടിമപ്പെട്ടവന് സാധ്യതകൾ കൂടുതലാണ്. കൊലപാതകങ്ങൾ അതിലൂടെ കടന്നു വരും, നീചവൃത്തികൾ അതിലൂടെ കടന്നു വരും. അതുകൊണ്ട് ഖുർആൻ വ്യഭിചാരത്തിന്റെ ലോകം ഓർമ്മപ്പെടുത്തിയപ്പോ കോളേജിന്റെ ക്യാമ്പസുകളിലേക്ക്, വേങ്ങരയുടെ അങ്ങാടികളിലേക്ക്, തൊട്ടടുത്ത പ്രദേശത്തിലെ ക്യാമ്പസുകളിലേക്ക്, കേരളം എന്ന് പറയുന്ന കൊച്ചു സ്റ്റേറ്റിന്റെ വ്യത്യസ്തമായ കോളേജിന്റെ മുറ്റങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കടന്നു ചെന്ന് നോക്കൂ. ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യാസമില്ലാതെ ഈ ക്വാളിറ്റിയുടെ വാദം ഉന്നയിച്ചുകൊണ്ട്, ഇത് സമതുല്യരാണ് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട്, ലിബറലിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഈ ക്വാളിറ്റിയുടെ പേര് പറഞ്ഞ് ആണും പെണ്ണും ഒരേ ബെഞ്ചിലിരിക്കുന്ന LKG കുട്ടികളല്ല, കോളേജ് തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഞങ്ങളെ കൊന്നാണ്. ആണും പെണ്ണും ഇവിടെ വ്യത്യാസമില്ല, ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് കളിക്കാം, ഒരുമിച്ച് റൂം എടുക്കാമെന്ന അതെ എന്റെ ബോഡി ഇതെനിക്ക് അവകാശപ്പെട്ടതാണ്, മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ബോഡി അത് എന്തു ചെയ്യണമെന്ന് ചോയ്സ് ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പുതിയ ലോകത്തെയാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്, മറിച്ച് വ്യഭിചാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന മേഖലകളെ നിങ്ങൾ അറുത്തു മാറ്റണമെന്നതാണ് പറഞ്ഞത്. അടുത്തു പോകരുത് എന്നാണ് പറഞ്ഞത്. മൊബൈലാണോ നിങ്ങളെ വഴികേടിലേക്ക് ക്ഷണിക്കുന്നത്, വേണ്ടെന്ന് വെക്കാനുള്ള മനക്കരുത്തുണ്ടാകണം. ആ ക്യാമ്പസാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ക്യാമ്പസ് മാറാനുള്ള ആത്മധൈര്യം നമ്മൾ കാണിക്കണം. അവിടുത്തെ സാഹചര്യമാണ് പ്രശ്നമെങ്കിൽ ആ സാഹചര്യത്തെ മറികടന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അത് മ്ലേച്ഛമായ വഴിയാണ്, വൃത്തിഹീനമായ വഴിയാണ്, അത് ദുഷിച്ച മാർഗമാണ്, നീചവൃത്തിയാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മദ്യം എന്ന് പറയുന്ന, ലഹരി എന്ന് പറയുന്ന, അൽ ഖംറ എന്ന് ഖുർആനും ഹദീസും പേരിട്ട് പറയുന്നത് ഒരു കള്ളിന് മാത്രമല്ല. ലഹരി ഉണ്ടാക്കുന്ന ഏതൊക്കെ വസ്തുക്കൾ ഉണ്ടോ ഇതിനെല്ലാം നമുക്ക് അൽ ഖംറ എന്ന് പ്രയോഗിക്കാവുന്നതാണ്. ആ പ്രയോഗം തന്നെ അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത്ഭുതത്തോടു കൂടിയാണ് എന്റെയും നിങ്ങളുടെയും മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ലഹരിയിലേക്ക്, മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക്, കഞ്ചാവിലേക്ക്, MDMA പോലെയുള്ള അതിനൂതനമായ ഏറ്റവും വൃത്തികെട്ട മയക്കുമരുന്നുകളിലേക്ക് പുതിയ തലമുറ വീണുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സർവ്വതിന്റെയും പഴുതുകൾ അടച്ചുകൊണ്ട് ഒരു ലഹരിയുമായി ഒരു മുസൽമാന് ബന്ധമുണ്ടാവരുത് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ആയത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, ഇതെല്ലാം വിശദീകരിക്കുന്നില്ല. ലോട്ടറി, കള്ള്, മദ്യം, ലഹരി, അതുപോലെ തന്നെ പ്രശ്നം വെക്കാൻ ഉപയോഗിക്കുന്ന അമ്പുകള്, പ്രതിഷ്ഠകള്, എല്ലാം
ഏതാണ്? അല്ലാഹു തആല പറയുകയാണ്, റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പൈശാചികമായ മ്ലേച്ഛമായ വൃത്തികേടുകളിൽ പെട്ടതാണ്. ഫജ്തനിബൂ, അതുകൊണ്ട് നിങ്ങൾ വെടിയണം. ലോട്ടറിയെ വെടിയണം, പോരാ ഈ കള്ളിനെ വെടിയണം, ഈ ലഹരിയെ വെടിയണം, ഈ പ്രതിഷ്ഠകളെ വെടിയണം, പ്രശ്നം വെക്കാനുള്ള അമ്പുകളെ വെടിയണം. ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള യാത്രയുടെ തുടക്കത്തിൽ ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടുള്ള ചില ചെയ്തികൾ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. എല്ലാത്തിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം, എങ്കിൽ നിങ്ങൾക്ക് ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിക്കുന്നവരായി മാറാൻ സാധിച്ചേക്കാമെന്ന പ്രയോഗം അള്ളാഹുവിന്റെ ഖുർആൻ നടത്തുകയാണ്. പോരാ, അല്ലാഹു തആല ലഹരിയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, വേങ്ങരയിലെ എന്റെ ശബ്ദം കേൾക്കുന്നവരെ, ഈ ഹദീസിന്റെ വാചകങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു തആല ഈ ലഹരിയെ, ഈ മദ്യത്തെ, ഈ കള്ളിനെ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ ശപിച്ചിട്ടുണ്ട്. വശാരിബഹ വസാഖിയഹ വബായിഅഹ വമുബ്താഅഹ വആസിറഹ വമുഅതസിറഹ വഹാമിലഹ വൽമഹ്മൂലത ഇലൈഹി. എന്താണ് ഇതിൽ എണ്ണി പറയാത്തത്? എല്ലാം കടന്നു വന്നിരിക്കുകയാണ്. കുടിക്കുന്നവനെ ശപിച്ചു, കുടിപ്പിക്കുന്നവനെ ശപിച്ചു, അതേ വിൽക്കുന്നവനെ ശപിച്ചു, വിൽക്കാൻ സഹായിക്കുന്നവനെ ശപിച്ചു, കൊണ്ടുപോകുന്നവനെ ശപിച്ചു, കൊണ്ടുപോകാൻ സഹായിക്കുന്നവനെ ശപിച്ചു, വഹിക്കുന്നവനെ, വഹിപ്പിക്കുന്നവനെ, അതുമായി വാറ്റുന്നവനെ, വാറ്റാൻ സഹായിക്കുന്നവനെ, എല്ലാറ്റിനെയും ശപിച്ചിരിക്കുകയാണ്. ആര്? ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല. പോരാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരിയുണ്ടാക്കുന്ന എന്തും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. കുല്ലു ശരാബിൻ അസ്കറ ഫഹുവ ഹറാം, ലഹരിയുണ്ടാക്കുന്ന ഏത് പാനീയങ്ങളും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. മാ അസ്കറ കസീറുഹു ഫഖലീലുഹു, അതിന്റെ അളവ് കുറവാകാം, കൂടുതലാകാം. ലഹരി കുറച്ചേ ഉള്ളൂ, ഒരു 100 മില്ലി അടിച്ചിട്ടുള്ളൂ, ഒരു 50 ഉപയോഗിച്ചിട്ടുള്ളൂ. അളവ് കൂടുതലാകാം, അളവ് കുറവാകാം. ഹറാമുൻ, അത് ഹറാമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. വ്യത്യസ്തമായ പ്രയോഗങ്ങളിൽ കാണാം. ഉമ്മുൽ ഫവായിഷ്, മ്ലേച്ഛതയുടെ, വൃത്തികേടുകളുടെ, തമ്മാടിത്തങ്ങളുടെ മാതാവാണ് ഈ ലഹരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു, മിഫ്താഹു ശർറ്, സർവ്വ തിന്മകളുടെയും താക്കോലുകളാണ് ഈ ലഹരി. ഉമ്മുൽ ഫവായിഷ്, ഉമ്മുൽ ഖബായിസ് എന്നൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങളിലും ഗൗരവമേറിയ ഉപദേശങ്ങളിലും ബോധ്യപ്പെടുത്തി തരികയാണ്. പക്ഷേ പുതിയ തലമുറയുടെ കണക്ക് വേങ്ങരയിലൊന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. കേരളക്കരയിലെ ഏറ്റവും കൂടുതൽ ഈ ലഹരിയുമായി, മദ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അങ്ങാടികളെയോ അല്ലെങ്കിൽ പ്രദേശങ്ങളെയോ എണ്ണി പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 5 സ്ഥാനങ്ങൾ എണ്ണുമ്പോഴേക്ക് കടന്നു വരുന്ന പ്രദേശമായി മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ വേങ്ങരയുടെ പരിസരം മാറിയിട്ടുണ്ടെങ്കിൽ ബോധവാന്മാരായി മാറണം. ഇവിടുത്തെ ഓരോ മുസ്ലിം സംഘടനകളും ബോധവാന്മാരായി മാറണം. ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം മാത്രം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമല്ല, ഇത് സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം ഏറ്റെടുക്കേണ്ട ഒന്നല്ല. ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംഘമാകുന്ന ഈ കൊച്ചു പ്രസ്ഥാനം മാത്രം വിചാരിച്ചാൽ തീരുന്ന ഒന്നല്ല. ഇവിടുത്തെ മുഴുവൻ ആളുകളും, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രം തീരുമാനിച്ചാൽ അവസാനിക്കുന്ന ഒന്നല്ല. ഒരു സ്റ്റേഷനിൽ 10ഓ 20ഓ ഉദ്യോഗസ്ഥന്മാരാണ് ഉണ്ടാവുക. അവർ തീരുമാനിച്ചാൽ ആയിരക്കണക്കിനോ 10,000-കണക്കിനോ വരുന്ന മനുഷ്യരുടെ ഇടയിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിയെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ LDF ആകട്ടെ, UDF ആകട്ടെ, ലീഗ് ആകട്ടെ, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ, ഇനി മതവിഭാഗങ്ങളായി അറിയപ്പെടുന്ന മതപ്രസ്ഥാനങ്ങളാകട്ടെ, ഇത് എന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ടവനാണ്, എന്റെ പൊളിറ്റിക് പാർട്ടിയിൽപ്പെട്ട ആളാ, എന്റെ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളാ എന്ന നിലക്ക് നിങ്ങൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ആളുകളെ അടർത്തി മാറ്റി ജാമ്യത്തിൽ കൊണ്ടുവരാനാണ് ശ്രമം നടത്തുന്നതെങ്കിൽ ഇല്ല. വേങ്ങര എന്ന് പറയുന്ന നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. മലപ്പുറം എന്ന് പറയുന്ന നമ്മുടെ ജില്ലയെ, അപ്പുറമുള്ള കോഴിക്കോടിനെ, അങ്ങ് കണ്ണൂരിനെ, കാസർഗോഡിനെ, വയനാടിനെ, ഇങ്ങ് തൃശ്ശൂരിനെ, ഇല്ല തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന ജില്ലകളിൽ ഒരു ജില്ലയിലും നമുക്ക് കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് മുഴുവൻ മനുഷ്യരും ആ വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരാകണമെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, മൻ സന വശരിബൽ ഖംറ, ആരെങ്കിലും വ്യഭിചരിച്ചാൽ, ആരെങ്കിലും ഈ ലഹരി ഉപയോഗിച്ചാൽ, നസഅല്ലാഹു മിൻഹുൽ ഈമാൻ, അവനിൽ നിന്ന് അല്ലാഹു തആല അവന്റെ ഈമാനിനെ ഊരിക്കളയുകയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തെ മുമ്പിൽ പഠിപ്പിക്കുന്നതായി എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും. അതുമാത്രമല്ല, അറേബ്യൻ സമൂഹത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ.
അവർ ലഹരി കച്ചവടം നടത്തുന്നവരായിരുന്നു. സഹാബികളുടെ മുൻഗാമികളായ ആളുകളുടെ ഇസ്ലാമിക പ്രവേശനത്തിലേക്ക് ആ വരുന്ന ഘട്ടവും അവസാനം മദ്യത്തിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളുമൊക്കെ പഠിച്ചു നോക്കൂ നിങ്ങൾ. റീറ്റെയിൽ കച്ചവടം നടത്തിയവർ, ഹോൾസെയിൽ കച്ചവടം നടത്തിയവർ, കുടിക്കാൻ വേണ്ടി കയ്യിൽ കോപ്പകളിൽ മദ്യം കരുതി വെച്ചവർ, നാളെ വിൽപ്പനയ്ക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്തവർ, അവർക്ക് മുമ്പിലാണ് നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായിട്ടില്ലേ എന്ന ചോദ്യം അല്ലാഹു തആല ചോദിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ? ഈ ചോദ്യം അങ്ങോട്ട് വന്നപ്പോ കയ്യിൽ കോപ്പകളിൽ കരുതി വെച്ചവർ, കുടിച്ചവർ വിരലുകൾ വായിലേക്ക് ഇട്ടുകൊണ്ട് കുടിക്കാൻ വേണ്ടി കോപ്പയിൽ എടുത്തു വെച്ചവർ, കുടിച്ചു പോയവർ അവർ ഓക്കാനിക്കുകയാണ്, കയ്യിലുള്ള കോപ്പകൾ വലിച്ചെറിയുകയാണ്. നാളെ വിൽപ്പനയ്ക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന റീറ്റെയിൽ ഹോൾസെയിൽ കച്ചവടത്തിന് വേണ്ടി സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന വീപ്പകൾ തച്ചുടക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങൾ ഇതാ മാറിയിരിക്കുന്നു, ഇനി ഞങ്ങൾ സ്പർശിക്കുകയില്ല, ഇനി ഞങ്ങൾ കുടിക്കുകയില്ല. ഈ പ്രസംഗം കേട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയല്ല വേണ്ടത്. വീടിന്റെ ഉള്ളറകളിൽ മാറ്റമുണ്ടാക്കാൻ ഒരു പിതാവ് എന്ന നിലയ്ക്ക് ഞാൻ എന്തു ചെയ്യണം? ഒരു മാതാവ് എന്ന നിലയ്ക്ക് ഞാൻ എന്തു ചെയ്യണം? ഇവിടുത്തെ ക്ലബ്ബുകൾ എന്തു ചെയ്യണം? ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തു ചെയ്യണം? ആലോചന നിമഗ്നരായി തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തുന്നത്. പോരാ, വ്യത്യസ്തമായ അടിഞ്ഞാട്ടങ്ങൾ ഇതിന്റെ പിന്നിൽ വേറെയുണ്ട്. ഇവിടെ ഗാനമേളകൾക്ക് ആളുകൾ ഇഷ്ടം പോലെയാണ്, അല്ലേ? ലിബറലിസത്തിന് ഇഷ്ടം പോലെ ആളുകളാണ്. യുക്തിവാദത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ആണും പെണ്ണും വ്യത്യാസമില്ലാതെ നഗ്ന നൃത്തങ്ങളും മർദ്ദനഗ്ന നൃത്തങ്ങളും ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും ഉപദേശിക്കാൻ അവകാശമില്ലാത്ത വിധം ആളുകൾ ഇങ്ങനെ വെടിമാറി സഞ്ചരിക്കുകയാണ്. 10, 20, 30 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ 4 പെൺകുട്ടികൾ അങ്ങാടിയിൽ നിൽക്കുന്നത് കണ്ടാൽ എന്തേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ കാരണവന്മാർക്ക് ധൈര്യമുണ്ടാകുമായിരുന്നു. ഇന്ന് ചോദിച്ചാൽ ഡിക്ഷണറിയിൽ പോലും കാണാത്ത വാക്കുകളായിരിക്കും മറുപടിയായി കടന്നു വരിക. അതുകൊണ്ട് ഒരാളുടെ മുമ്പിലും ആരും ഇല്ല നന്മ ഉപദേശിക്കാനും തിന്മ അതിനെക്കുറിച്ച് നിരോധനമേർപ്പെടുത്താനും ഗൗരവം പറഞ്ഞു കൊടുക്കാനും തയ്യാറാവാത്ത ഒരു കാലഘട്ടത്തിലേക്ക് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ ഉള്ളറകൾ അതേ വലിയ തിയേറ്ററുകൾക്ക് പകരം മിനി തിയേറ്ററുകളായി മാറിയിട്ടുണ്ട്. 5 നേരം നമസ്കരിക്കുന്ന വീടിന്റെ അന്തരീക്ഷങ്ങൾ വരെ അവിടുത്തെ സീരിയലുകളും സിനിമകൾ കൊണ്ടും നിറഞ്ഞ സിസ്റ്റം, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, അത് വലിയ സെക്സിന്റെ ലോകമായി മാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, അങ്ങാടിയിൽ കിടക്കുന്ന വിനോദ വാർത്തകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടിവിയെ പോലെ കമ്പ്യൂട്ടർ സിസ്റ്റം പോലെയുള്ള സംവിധാനങ്ങൾ വില കൊടുത്ത് 10,000-ങ്ങളും ലക്ഷങ്ങളും മുടക്കി കൊണ്ടുവന്ന് പ്രിയപ്പെട്ടവരെ വീട്ടിൽ വെച്ച് വാപ്പക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഉമ്മക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഭർത്താവ് പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യ പറഞ്ഞാൽ കേൾക്കാത്ത ഭർത്താവുള്ള ഈ അർത്ഥത്തിലേക്ക് ആർക്കും ഉപദേശിക്കാൻ പറ്റാത്ത വിധത്തിൽ അടിഞ്ഞാട്ടത്തിനുള്ള വേദിയായി, ചാറ്റിങ്ങിനുള്ള വേദിയായി, ഇറങ്ങിപ്പോകാനുള്ള വേദിയായി വീടിന്റെ അന്തരീക്ഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമ. അറിവില്ലാതെ, യാതൊരു അറിവുമില്ലാതെ വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങി കൊണ്ടുവരുന്നവർ മനുഷ്യ കൂട്ടത്തിലുണ്ട്. എന്താ എന്നിട്ട് അവർ ചെയ്യുന്നത്? അതേ, അള്ളാഹുവിന്റെ ദീനിനെയും പരിശുദ്ധമായ മതത്തിനെയും ഒക്കെ പരിഹസിക്കാനും അപഹസിക്കാനുമല്ലാതെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ മേഖല? വിനോദ വാർത്തകളെ ഷോപ്പിൽ കിടക്കുന്നതിനെ പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വീട് തിയേറ്ററുകളായി മാറുമ്പോ, വീട് വൃത്തികെട്ട ലോകമായി മാറുമ്പോ, തന്റെ പെൺകുട്ടിയുടെ സർവ്വ സദാചാരങ്ങളെയും മുറിച്ചു മാറ്റി ദുരാചാരങ്ങളും വൃത്തികേടുകളും സെക്സുകളും ഒക്കെ വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള വേദി ഒരുക്കിക്കൊടുത്ത് അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന ആളുകളായി മാറുന്ന ഒരന്തരീക്ഷമാണ് വീട്ടിലുള്ളത്. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടാകുമെന്ന് സർവശക്തനായ അല്ലാഹു തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പോരെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന യുവാക്കൾ ഇന്ന് ജോലി സ്ഥലങ്ങളിൽ നിന്ന് പതുക്കെ ജോലിയിൽ നിന്ന്, കഠിനാധ്വാനങ്ങളിൽ നിന്ന് പതുക്കെ പിറകിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എന്താ ജോലി എന്ന് ചോദിച്ചാൽ വെള്ളക്കുപ്പായവും വെള്ളത്തുണിയും എടുത്ത് ഞാനൊരു സ്ഥലത്തിന്റെ ബ്രോക്കറാണ് എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. ഒരാളല്ല, അങ്ങാടിയിൽ 100 കണക്കിന് മനുഷ്യന്മാരാണ്. എല്ലാവർക്കും അധ്വാനിക്കാൻ താല്പര്യമില്ല. കുറുക്ക് വടികളിലൂടെ പണമുണ്ടാകണമെന്നതാണ്. ലോട്ടറി കച്ചവടങ്ങൾ മുസ്ലിം നിറഞ്ഞു നിൽക്കുന്ന അങ്ങാടികളിൽ അരങ്ങ് തകർക്കുകയാണ്. നിസ്കരിക്കാൻ വരുന്ന മുസ്ലിമിന്റെ പോക്കറ്റിൽ വരെ ലോട്ടറി ടിക്കറ്റുകൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നമസ്കരിക്കാൻ വരുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, അപ്പോ ഒരാൾക്ക് ഒരു സ്ഥലത്തിന്റെ കച്ചവടത്തിന്റെ ഇടയാളനാവാൻ
പാടില്ല എന്നല്ല പറയുന്നത്. കള്ളക്കച്ചവടത്തിലൂടെയും കള്ളവർത്തമാനങ്ങളിലൂടെയും അങ്ങനെ സമ്പാദിക്കുന്ന പണം പ്രിയപ്പെട്ടവരെ ഹലാലായ പണമാകുമോ? എന്താ ജോലി എന്ന് ചോദിക്കുമ്പോ എനിക്ക് ബ്രോക്കർ ഏർപ്പാടാണ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കാണോ നമ്മൾ പോവേണ്ടത്? ചിന്തിക്കണമെന്ന് പറയുകയാണ്. പോരാ, അതുപോലെ തന്നെ കൊള്ള ലാഭങ്ങൾ കൊയ്തെടുക്കുന്ന കച്ചവടങ്ങള്, കള്ളക്കച്ചവടങ്ങള് പോരാ, കളവ് പറഞ്ഞ് ഒറിജിനലാണെന്ന് വാദിച്ച് ഡ്യൂപ്ലിക്കേറ്റുകളെ കച്ചവടമാക്കുന്നത്, അതുപോലെ തന്നെ ആത്മീയ ചൂഷണങ്ങള്. ജിന്നുമ്മയുടെ കഥ കേട്ടില്ലേ നിങ്ങൾ? 590 പവൻ സ്വർണ്ണമാണത്രേ ഒരു വീട്ടിൽ നിന്ന് ജിന്നുമ്മ കൊണ്ടുപോയത്. 1.5 കോടി രൂപയാണത്രേ ആ വീട്ടുടമ ജിന്നുമ്മക്ക് കൊടുത്തത്. കൊട്ടാരക്കണക്കെയുള്ള വലിയ വീടിന്റെ സമുച്ചയം കെട്ടിപ്പടുത്ത് ആളുകളുടെ പോക്കറ്റിലുള്ള പണം തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു വിവരവുമില്ലാത്ത, മാന്യമര്യാദക്ക് പഠനം പോലും നടത്തിയിട്ടില്ലാത്ത ജിന്നുമ്മമാർ, 30-ന്റെയും 35-ന്റെയും 40-ന്റെയും ഒക്കെ താഴെ പ്രായമുള്ള പെൺകുട്ടികള് ജിന്നുമ്മമാരായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന, അവരെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന കഥകളാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. ആത്മീയ ചൂഷണങ്ങൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണത്തെ മരണവീടിന്റെ പേര് പറഞ്ഞ്, ആ കുട്ടിയുടെ ജനനത്തിന്റെ പേര് പറഞ്ഞ്, ഗൾഫിലേക്കുള്ള യാത്രയുടെ പേര് പറഞ്ഞ്, എന്തൊക്കെ പേരിലാണ് മതവിശ്വാസത്തെ കച്ചവടമാക്കി ആത്മീയമായ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്നു മാത്രം. അതുപോലെ തന്നെ പെട്ടെന്ന് പണക്കാരനാകാൻ ഷെയർ മാർക്കറ്റിൽ അതേ അംഗമായിക്കൊണ്ട്, മറ്റുള്ളവരെ അംഗമാക്കിക്കൊണ്ട് ഈ കുറുക്കുവടികളിലൂടെ എങ്ങനെയെങ്കിലും പണക്കാരനാകണമെന്ന ചിന്തയിലേക്ക് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യന്റെ കാൽപാദങ്ങൾ മുന്നോട്ട് നീങ്ങുകയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി. അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. കിട്ടിയ ജീവിതകാലം 60 വയസ്സ് 50 വയസ്സ് എവിടെ കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു എന്ന്, നിന്റെ കയ്യിലുള്ള ഭാര്യക്ക് കൊടുത്ത, മക്കൾക്ക് കൊടുത്ത, അവരുടെ പിന്നെ ഭക്ഷണമായി നൽകിയ, സമ്പാദ്യമായി നൽകിയ ആ പണമുണ്ടല്ലോ, എവിടുന്ന് സമ്പാദിച്ചു, എവിടെ കൊണ്ടുപോയി ചെലവഴിച്ചു എന്ന് മറുപടി പറയാതെ നാളെ പരലോകത്ത് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനത്തിലേക്ക് നീങ്ങുമ്പോ ഇവിടെ ഇരിക്കുന്ന യുവാക്കളെ, വേങ്ങരയുടെ അങ്ങാടിയുടെ പല ഭാഗത്തു നിന്നും ഈ ശബ്ദത്തെ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കുന്നതിൽ നാം എത്രത്തോളം മുന്നിലാണ് എന്ന ഒരു മത്സര ബുദ്ധി 4 മക്കളിൽ ഞാൻ എൻ്റെ ഉമ്മയെ, ഞാൻ എൻ്റെ ഉപ്പയെ ഏറെ സ്നേഹിക്കുന്നവനാകണമെന്ന നിലക്ക് ഒരു മത്സര ബുദ്ധിയോടുകൂടി ആ മാതാപിതാക്കളെ സമീപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദഹുമാ ഔ കിലാഹുമാ. നിനക്ക് ഒരാളോ അല്ല 2 പേരുമോ വാർദ്ധക്യത്തിലായി നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോ, വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, അവരോട് എച്ചേ എന്നൊരു വാക്ക് പോലും നിങ്ങൾ പറയരുത്. ഒരിക്കലും അവരോട് പ്രിയപ്പെട്ടവരെ കയർത്തു സംസാരിക്കരുത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വഖുൽ ലഹുമാ ഖൗലൻ, അവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? വഖുല്ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വർത്തമാനം പറയണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് വൃദ്ധസദനങ്ങളുടെ 4 ചുമരുകൾക്കുള്ളിൽ മാതാപിതാക്കൾ എങ്ങനെ എത്തിപ്പെട്ടു? 4 മക്കളുള്ള അമ്മ വൃദ്ധസദനത്തിൽ വെച്ച് പറയുന്നു, എനിക്ക് 4 മക്കളുണ്ട്. ഒരാൾ കാനഡയിലാണ്, ഒരാൾ അമേരിക്കയിലാണ്, 2 മക്കൾ നാട്ടിലുണ്ട്. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയറാണ്. പക്ഷേ ഈ വൃദ്ധസദനത്തിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയും ചമ്മന്തിയും പപ്പടവും കഴിച്ച് ജീവിക്കലാണ് എൻ്റെ 4 വലിയ വലിയ വിദ്യാസമ്പന്നരായ മക്കളടുക്കൽ ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് എന്ന് അഭിമുഖം കൊടുക്കുന്ന അമ്മമാർ കേരളത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന് ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ, അള്ളാഹുവിന്റെ ദീനാണ്, ആ ദീനനുസരിച്ച് ജീവിക്കാനാണ്. ഇതൊരു പരീക്ഷണശാലയാണ്, വരാനിരിക്കുന്ന ലോകമാണ്, അതേ ശാശ്വതമായ ലോകമെന്ന് തിരിച്ചറിവുള്ളവരാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സമ്മേളനത്തിന്റെ വേദിയിലേക്ക് മാത്രമല്ല, അള്ളാഹുവിന്റെ ദീന് ഇഷ്ടപ്പെടുന്ന വേഷമണിഞ്ഞു വരേണ്ടത് കേൾക്കുന്ന മുസ്ലിം ഉമ്മമാരോട്, അതേ മുസ്ലിം ചെറുപ്പക്കാരോട്, നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ ഉമ്മമാരോട്, നിങ്ങളുടെ പെങ്ങന്മാരോട് മാന്യമായ വേഷമണിയാൻ നിങ്ങൾ നിർബന്ധമായി കൽപ്പിക്കുകയും നിങ്ങൾക്ക് അവകാശപ്പെട്ടവരാണെങ്കിൽ നിർബന്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരൊറ്റ ഹദീസിന്റെ വാചകം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില സ്ത്രീകളുണ്ട്, അവർ കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രമണിഞ്ഞിട്ടും അവർ നഗ്നകളാണ്.
ചില സ്ത്രീകളൊക്കെ നടന്നു വരുന്നത് കണ്ടാൽ ചുരിദാർ അണിഞ്ഞിട്ടുണ്ട്, എത്രേ വേറെ ഏതൊക്കെയോ ഡ്രസ് അണിഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഒരു വടിയിൽ തുണി ചുറ്റിയതുപോലെ തന്റെ അംഗലാവണ്യങ്ങൾ അങ്ങാടിയുടെ ഓവുപാലങ്ങളിൽ ഇരിക്കുന്നവർക്ക്, വടിയോരങ്ങളിൽ ഇരിക്കുന്ന പൂവാലന്മാർക്ക് അംഗലാവണ്യങ്ങളെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുത്തുകൊണ്ട് കടികക്കണ്ണുകളുമായി കാത്തിരിക്കുന്നവർക്ക് രോമാഞ്ചമുണ്ടാക്കി കൊടുക്കുന്ന വേഷവിധാനങ്ങളുമായി നടക്കുന്നവർ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ വർദ്ധിച്ചു വരികയാണ്. പ്രവാചകൻ പറയുന്നു, കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രമണിഞ്ഞിട്ടും നഗ്നകളായ സ്ത്രീകൾ, മുമീലാത്തുൻ മായിലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന സ്ത്രീകൾ, റുഊസുഹുന്ന, അവരുടെ തല കഅസ്നീമത്തിൽ ബുഖ്തിൽ മായില, ഓടിക്കളിക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദിന റിഹഹാ, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം പോലും അനുഭവിക്കാൻ അവർക്ക് സാധ്യമല്ല. ഞാൻ ചില വിഷയങ്ങളുടെ സൂചനാപരമായ ചില അക്ഷരക്കൂട്ടങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. ഇതൊരു താക്കോലായി സ്വീകരിച്ച് ഈ വിഷയത്തിന്റെ ഡെപ്തായ ആഴമേറിയ വശങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് വിഷയത്തിന്റെ സമ്പൂർണതയെ നിങ്ങൾ സ്വാംശീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള നല്ല തന്റേടവും നല്ല ആവേശവും നല്ല ആത്മധൈര്യവും അള്ളാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ധർമ്മത്തിലേക്കാണ്, അധർമ്മത്തിലേക്കല്ല. നീതിയിലേക്കാണ്, അനീതിയിലേക്കല്ല. സത്യത്തിലേക്കാണ്, അസത്യത്തിലേക്കല്ല. തൗഹീദിലേക്കാണ്, ശിർക്കിലേക്കല്ല. നാളെ പരലോകത്തേക്കുള്ള വിജയത്തിലേക്കാണ്. ചുട്ടുപൊള്ളുന്ന അഗ്നികുണ്ടാരമാകുന്ന നരകത്തിന്റെ ആഴമേറിയ ഘോരാഘോര ശബ്ദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഭീകരമായ നരകത്തിന്റെ അഗ്നിയിലേക്കല്ല, മറിച്ച് ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിന്റെ ലോകത്തേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ക്ഷണിക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.